പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന പ്രസ് ടൂർ തുടരുകയാണ്. സംഘം ഇന്നലെ അസമിലെ കാമാഖ്യ ക്ഷേത്രം സന്ദർശിച്ചു. അതിപുരാതന ക്ഷേത്രങ്ങളൊന്നായ കാമാഖ്യയിലേക്ക് ഓരോ കൊല്ലവും നിരവധി സന്ദർശകർ എത്തുന്നുണ്ട്. കാമാഖ്യയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഈ ടൂറിൽ പങ്കെടുക്കുന്ന പ്രജിൻസി കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം വിത്ത് SKN അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. അസമിലെ കാമാഖ്യ ക്ഷേത്രം സ്ത്രീത്വം ആഘോഷമാക്കുന്ന, ആർത്തവം ഉത്സവമാക്കുന്ന ക്ഷേത്രം. ഗുവാഹത്തിയിലെ നീലാചൽ മരനിലകൾക്ക് മുകളിലാണ് അതിപുരാതനമായ ഈ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭാരതത്തിലെ 51 ശക്തിപീഠങ്ങളിലൊന്നായ കാമാഖ്യയിൽ യോനി പ്രതിഷ്ഠയാണുള്ളത്. പരമശിവന്റെ പത്നി സതീദേവിയുടെ ചൈതന്യം അതിന്റെ ഉഗ്രരൂപത്തിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. പിതാവിൽ നിന്നേറ്റ അപമാനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സതീദേവിയുടെ മൃതശരീരവുമായി പരമശിവൻ സംഹാരരുദ്രനായി അലഞ്ഞെന്നും ദേവന്മാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് ദേവിയുടെ ശരീരം 51 കഷ്ണങ്ങളാക്കി പല ഭാഗങ്ങളിലായി ഇട്ടെന്നും ഇതിൽ ദേവിയുടെ യോനി ഭാഗം വീണ ഇടമാണ് കാമാഖ്യയെന്നുമാണ് ഏറെ പ്രചാരത്തിലുള്ള കഥ. കുട്ടികളുണ്ടാകാത്തവരും ആർത്തവ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള സ്ത്രീകളും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ഫലം കാണുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് അംബുബച്ചി. വർഷത്തിലൊരിക്കൽ ദേവി ഋതുമതിയാകുന്ന ജൂൺ മാസത്തിലാണ് ഈ ഉത്സവം. കാമാഖ്യ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും പരിഗണിച്ച് ക്ഷേത്രത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ PM ഡിവൈൻ പദ്ധതിയാണ് ഏറ്റവും ഒടുവിലെത്തിയത്. രാജ്യത്തിന്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും കാമാഖ്യയിൽ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ റെയിൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന മാ കാമാഖ്യ ആക്സസ് കോറിഡോർ കാശി മഹാകാൽ ഇടനാഴി മാതൃകയിൽ വിഭാവനം ചെയ്തതാണ്. സാംസ്കാരിക ടൂറിസം വിപുലപ്പെടുത്തുക, വിശ്വാസികൾക്ക് സുഗമമായ ദർശന സൗകര്യം ഉറപ്പാക്കുക എന്നതാണ് ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ലക്ഷ്യം. അസമിലെ കാമാഖ്യയിൽ നിന്ന് പ്രജിൻസി കണ്ണൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.